ഖസാക്കിന്റെ ഇതിഹാസം. ഒ.വി. വിജയൻ. ഭാഗം 4. ഖസാക്കിലെ സുന്ദരി. നെയ്സാമലി ഖസാക്കു വിട്ടതിൽ പിന്നെ അള്ളാപ്പിച്ച മൊല്ലാക്ക കൂമൻകാവ് വഴി പോവുകയുണ്ടായില്ല. നെയ്സാമലി ഖസാക്കിൽ വന്നുമില്ല. കൊല്ലം 2 അങ്ങനെ കഴിഞ്ഞു. അത്തറു മുതലാളിയുടെ കമ്പനിയിൽ ബീഡി തിരക്കുകയാണ് നെയ്സാമലി. തഴക്കം ചെന്ന തിരപ്പുകാരേക്കാൾ ഇരട്ടി തിരക്കും. സത്യസന്ധതയോടെ തിരക്കും. തിത്തീബിയുമ്മ മൈമുനയെ ഓർത്തു. മറ്റെന്തെല്ലാമോ മറന്നു. "ഒന്ന് കൂമൻകാവിലോളം ചെല്ലൂ," അവർ മൊല്ലാക്കയോട് പറഞ്ഞു നോക്കി. ചെറുബാല്യക്കാർ ശാഠ്യം കാണിച്ചാൽ തല നരച്ചവർക്ക് പൊറുക്കാനേയുള്ളൂ. മൊല്ലാക്കയ്ക്ക് ഇന്ന് ദേഷ്യമില്ല. പക്ഷേ കൂനിക്കൂടി ഇരുന്നുകൊണ്ട് അയാൾ പറഞ്ഞു, "ഇനി ചൊല്ലീട്ട് പലം കിടയാത്." ഭർത്താവിനെ ഇത്രയും പരവശനായി തിത്തീബിയുമ്മ മുമ്പൊരിക്കലും കണ്ടിട്ടില്ല. അയാളുടെ കവിളുകളിലും കൺതടങ്ങൾക്കിടയിലും കൈകളുടെ പുറംപത്തികളിലും ജരയുടെ ആദ്യ സ്പർശങ്ങൾ അവർ ശ്രദ്ധിച്ചു. അത്രയും പരവശപ്പെടാൻ മാത്രം വയസ്സു ചെന്നിട്ടില്ല. ഇനിയും 55 തികഞ്ഞിട്ടില്ല. പിന്നെന്തോ ഇടയ്ക്കിടെ പനിക്കുന്നു, കഴയ്ക്കുന്നു. ഈ തുലാത്തിൽ 2 or 3 കോഴിക്കഷായം വെച്ചു കൊടുക്കണം. ഇല്ല, ഒരു പക്ഷേ കഴിഞ്ഞെന്നു വരില്ല. "ആനാലും," തിത്തീബിയുമ്മ പറഞ്ഞു. "ഒന്ന് പോയി പാറുങ്കോ." മൊല്ലാക്ക തല കുലുക്കി. "പലം കിടയാത് തിത്തീബിയേ." ആ പരവശതയുടെ സാന്ദ്രത തിത്തീബിയുമ്മ തൊട്ടു വിളിച്ചു. അവർ മൊല്ലാക്കയുടെ അടുത്തു വന്നിരുന്നു. വെളുത്തു നീണ്ട കൈകൾ പതുക്കെ അള്ളാപ്പിച്ചയെ ചുറ്റിപ്പിണഞ്ഞു. അയാളുടെ ചുമലിൽ വിയർപ്പിന്റെ മണം കുതിർന്ന കോറക്കുപ്പായത്തിൽ കവിളമർത്തി തിത്തീബിയുമ്മ കുറേ നേരം ഇരുന്നു. തിത്തീബിയുമ്മ വാഴത്തൊടിയിലേക്കിറങ്ങിയപ്പോൾ മൈമുന ഒരു കുടം വെള്ളവുമായി വരുന്നു. "തലീ തട്ടം പോടെടീ," തിത്തീബിയുമ്മ ശാസിച്ചു. തലയിൽ തട്ടനിട്ടില്ലെങ്കിൽ മലിക്കുകൾ മോഹിക്കുമെന്നായിരുന്നു വിശ്വാസം. മൈമുന അലക്ഷ്യമായി തട്ടൻ തലയിലേക്കു കയറ്റി. അടുത്ത ക്ഷണത്തിൽ അതു വീണ്ടും താഴോട്ട് ഉരസി. കാറു പിടിച്ച പോലെ ഇരുണ്ടുനിന്ന മുടി കണ്ട് തിത്തീബിയുമ്മ അതിശയിച്ചു. മലിക്കുകളെ ചൊല്ലിയായിരുന്നില്ല തിത്തീബിയുമ്മ ആവലാതിപ്പെട്ടത്. മൈമുന ചെല്ലുന്നേടത്തെല്ലാം കാസിമും ഹനീഫയുമുണ്ട്, ഉബൈദ് ദാവൂദ് ഉണ്ട്, ഉസാമത്തുണ്ട്. പക്ഷേ ആ ചെറുപ്പക്കാരാരും തന്നെ സ്ത്രീധനമില്ലാത്ത പെണ്ണിനെ തറവാടു കേറ്റില്ല. മൈമുനയുടെ മേൽ മീൻചെകരോളം പൊന്നില്ല. ആ ഉടലിന്റെ ധാരാളത്വത്തിന് പൊന്നു വേണ്ടെന്നു ഖസാക്കുകാർ പറഞ്ഞു. മൈമുന തന്റെ വെള്ളക്കുപ്പായം കൈത്തണ്ടയോളം തെറുത്തുവെച്ചു. കരിവളകൾ തെറുത്തുകേറ്റി നിർത്തി. അപൂർവ അവസരങ്ങളിൽ കാസിമിനോടോ ഉസാമത്തിനോടോ വായാടാൻ അവൾ നിന്നു. അവരുടെ മുഖങ്ങൾ ചുവക്കുന്നതും സ്വരങ്ങൾ ഇടറുന്നതും കാണാൻ വേണ്ടി മാത്രം. അല്ലെങ്കിൽ ഒരു ചിരി കടിച്ചമർത്തി ഖസാക്കിലെ യാകാശവുമായി അവൾ നടുപ്പറമ്പിലൂടെ നടന്നു. കൂമൻകാവിൽ ചെന്നതിന്റെ 5-ാം കൊല്ലം നൈസാമലി സ്വന്തമായൊരു കമ്പനി വെച്ചു. താനും 2 തിരപ്പുകാരും. അതിനു വേണ്ട പണം അത്തറിന്റെ കെട്ടിയവളാണ് കൊടുത്തതെന്ന് കൂമൻകാവിലെ തിരപ്പുകാർ പറഞ്ഞു. ഏതായാലും ആ കാലത്തായി അത്തരും വീടരും പിണങ്ങിയെന്നതു സത്യമായിരുന്നു. അത്തരിന്റെ പടം തന്നെയായിരുന്നു അത്തരിന്റെ ബീഡിയുടെ അടയാളവും. പാലക്കാട്ടു ചെന്ന് കോട്ടും ടൈയും തുർക്കി തൊപ്പിയും വായ്പ വാങ്ങിയാണ് പടമെടുപ്പിച്ചത്. കടവുൾ സഹായം എം. അത്തറ് ഫോട്ടോ ബീഡി. കഴിഞ്ഞ 6-7 കൊല്ലമായി ആ പരിസരങ്ങളിൽ സാമാന്യം പ്രചരിച്ചു വന്നിരിക്കെയാണ് അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് പുതിയ വാണിജ്യ ചിഹ്നം പടിയിറങ്ങി. സയ്യിദ് മിയാൻ ഷെയ്ഖ് തുണൈ നൈജാം ഫോട്ടോ 11-ാം നമ്പർ ബീഡി. കരിയും മഞ്ഞളും കൊണ്ടെഴുതിയ ചുമർ പരസ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു: നൈജാം ഫോട്ടോ 11-ാം നമ്പർ ആരോഗ്യകരം. വിശപ്പുണ്ടാകും, തിന്ന തീൻപണ്ടങ്ങൾ എരിയും. 11-ാം നമ്പറിന്റെ വയലറ്റു ലേബലുകൾ വരമ്പിലും തോട്ടുവക്കിലുമൊക്കെ പാമ്പൊട്ടി വിത്തുപോലെ ചിതറിക്കിടന്നു. മൈമുന ഒരെണ്ണം പെറുക്കിയെടുത്തു സൂക്ഷിച്ചു. അത്തരിന്റെ കോലത്തെപ്പോലെ മൂകമായ നോട്ടമോ ഇറുകിപ്പിടിച്ച വാടകക്കോട്ടോ അല്ല, രസികത്വം നിറഞ്ഞ ചിരി, നെറ്റിയിലേക്കു തളർന്നു വീഴുന്ന മുടിച്ചുരുളുകൾ, കുടുക്കഴിഞ്ഞ് അശ്രദ്ധമായി കിടന്ന കഴുത്തുപട്ട. ഒരു പെരുന്നാളിന് നൈസാമലി മുതലാളി ഖസാക്കിലേക്ക് വന്നു. പച്ചപ്പട്ടു ലുങ്കിയാണ് ഉടുത്തിരുന്നത്. കടും മഞ്ഞയായ അൽപ്പാക്കു കുപ്പായത്തിനടിയിൽ 6 വിരൽ വീതി വരുന്ന കലവറ ബെൽറ്റ് കാണാമായിരുന്നു. തലയിലും കഴുത്തിലും കീശയിലും ചുകന്ന പട്ടുറുമാലുകൾ, കിറുക്കുചെരിപ്പ്, ടോർച്ച്. പഴയ പരിചയക്കാരെ തേടിപ്പിടിച്ച് നൈസാമലി സുഖവിവരമന്വേഷിച്ചു.
എന്താ കുപ്പച്ച? എന്താണ്ടിവളെ തങ്കപ്പെണ്ണേ? എന്നാ അലിയാരെ? കാസിമും ഹനീഫയും ഉബൈദ് ദാവൂദും ഉസാമത്തുമെല്ലാം നൈസാമലിയുടെ ചുറ്റും കൂടി. നൈസാമണ്ണനെ മതിപ്പാണവർക്ക്, സ്നേഹവും അതോടൊപ്പം കഠിനമായ വൈരാഗ്യവും. കാസിം ചോദിച്ചു, എന്നാ നൈജാമണ്ണോ, ഇങ്കയെ തങ്ക പോറതാ? നല്ല പേച്ച്, നൈസാമലി പറഞ്ഞു. കമ്പനി അങ്ക വിട്ടിട്ട് ഇങ്ക തങ്ക്രതാ. അലിയാരുടെ ചായപ്പീടികയിൽ നൈസാമലി ചമ്രം പടിഞ്ഞിരിപ്പാണ്. ചെന്നു കേറിയവർക്കൊക്കെ ചായയും മുറുക്കും ബീഡിയും. മൊല്ലാക്ക അതുവഴിയൊന്നും വന്നില്ല. പിറ്റേന്ന് നട്ടുച്ചയ്ക്ക് മൈമുന അറബിക്കുളത്തിൽ കുളിച്ചു നിൽപ്പാണ്. അറബിക്കുളത്തിനടുത്തോ രാജാവിന്റെ പള്ളിയിലോ ആളുകൾ സാധാരണ ചെല്ലാറില്ല, പ്രത്യേകിച്ചും ത്രിസന്ധ്യകളിൽ. പണ്ടാ കുളത്തിൽ അറബികൾ തല വെട്ടിയെറിഞ്ഞിട്ടുള്ളതാണ്. നിലാവു നിറഞ്ഞ രാത്രികളിൽ അവിടെ കബദ്ധങ്ങൾ നീരാടാനെത്താറുണ്ടത്രേ. ആഴമേറിയ ജലപ്പരപ്പിനു മുകളിൽ നീലത്താമരകൾ വിരിഞ്ഞുകിടന്നു. മണ്ഡലികൾ അലസമായി തുഴഞ്ഞു നീന്തി. മുലയ്ക്കുമീതെ അമർത്തിക്കെട്ടിയ കച്ചയിലൂടെ കൈയിറക്കി സോപ്പു തേച്ചു പിടിപ്പിച്ചുകൊണ്ട് മൈമുന നിന്നു. ഉച്ചവെയിലിൽ നീലയും പച്ചയും പീതയുമായി സോപ്പിൻ കുമിളകൾ ചിമ്മിമിഴിച്ചു. കുറേ അകലത്തായി ഒരു കണ്ടത്തിൽ 2 ചെറുമികൾ നട്ടുതീർത്തുകൊണ്ടിരുന്നു. ഇത്തിരി കഴിഞ്ഞ് അവരും കണ്ടം കയറി. നോക്കെത്തുന്നിടത്തൊന്നും ആരുമില്ല. കാറ്റുകൾ ഉച്ചമയങ്ങി. ആലിൻകൊമ്പുകളിൽ അല തല്ലിക്കൊണ്ട് മൃഗതൃഷ്ണ മാത്രം മേലോട്ടുയർന്നു. ഈറൻ ചുറ്റിയ മൈമുന രാജാവിന്റെ പള്ളിയിലേക്കു നടന്നു. കാലിൽ തറച്ച കാരമുള്ളുകൾ അവൾ അറിഞ്ഞില്ല. അവൾ പള്ളിയുടെ പടവു കയറി. പള്ളിക്കകത്തെ ഇരുട്ടിൽ ചടച്ചുയർന്നു നിന്ന രൂപം അവൾക്കു കാണാം. ഇപ്പോൾ അവൾ പള്ളിക്കകത്താണ്. ചെമ്പിച്ച സാന്ദ്രമായ ഇരുട്ട്. മച്ചിൻ പലകകളിൽ നിന്ന് തൂങ്ങിയ മാറാല തലമുടിയിൽ പിടിച്ചു. നീരിളക്കം പിടിക്കും, നൈസാമണ്ണൻ പറയുന്നത് അവൾ കേട്ടു. ഈറൻ എടുത്താളാ. പിറ്റേത്തെ ആഴ്ച ഖസാക്കിനെ അമ്പരപ്പിച്ച ഒരു സംഭവമുണ്ടായി. മൈമുനയുടെ കല്യാണമുറപ്പിച്ചു. ആൽത്തറയ്ക്കലും അലിയാരുടെ ചായപ്പീടികയിലും അത്താണിക്കരികിലും ഖസാക്കുകാർ സംസാരിച്ചു. എല്ലാവരും തന്നെ ആ ആഘോഷത്തെ മനസാ ബന്ധിച്ചവരാണ്. അതേപ്പറ്റി മൊല്ലാക്കയോട് ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല. മൊല്ലാക്കയുടെ കൂട്ടുകാർ പോലും അയാളെ തനിയെ വിട്ടു. ഒരു ചായക്കടിയന്തരത്തെ പോലെ നിക്കാഹ് കഴിഞ്ഞു. വരണ്ട കവിളുകളെ വടിച്ചു വെടിപ്പു വരുത്തി, പൊട്ടുകാലിന്മേൽ കോടി ചുറ്റി, മുങ്ങാങ്കോഴി എന്ന ചക്രുരാവൂത്തൻ മണവാളൻ ചമഞ്ഞു വന്നു. അതിഥികൾ നിരുന്മേഷമായി സംസാരിച്ചു നേരം പോക്കി. കല്യാണ ഘോഷയാത്ര നീങ്ങിയപ്പോൾ മൊല്ലാക്ക എഴുതിയ പഴയ സന്മാർഗ ഗീതം ആരോ പാടി. ഇബിലീസിന്റെ കൂടെ പോഹാതെടാ, നല്ല വഴിയെ നടടാ നടടാ നടടാ, നടടാ നടടാ ടാം ടാം. അന്നു രാത്രി ഖസാക്കിലെ പാടങ്ങൾ മുറിച്ച് ഒരാൾ കൂമൻകാവിന് നേരെ നടക്കുന്നത് ആരും കണ്ടില്ല. മാനത്ത് കാലവർഷം കാത്തുനിന്നു. ഇടിമിന്നലിൽ വഴി തെളിഞ്ഞു. മനുഷ്യൻ ചവിട്ടിപ്പോയ വഴിത്താരയല്ല, വിണ്ടുകീറിയ കട്ടകളും നെരിഞ്ഞൽ മുള്ളുകളും പാമ്പിൻ പുറ്റുകളും. അശാന്തരായ ഇഫിരീത്തുകളുടെ സഞ്ചാരപഥം. നൈസാമലി അതിലൂടെ മുന്നോട്ടു നടന്നു. ചെതലി അകന്നു കാണാതായി. കലിയടങ്ങാതെ അയാൾ പിന്നെയും നടന്നു. കൂമൻകാവിലെ മാവുകളും പിന്നിലായി കഴിഞ്ഞിരുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.